അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, വിദ്യാർത്ഥി സംഘടനകൾ രൂപീകൃതമായതും അവരുടെ പ്രവർത്തന ശൈലിയും ഒക്കെ നമുക്ക് പരിചിതമാണ്. വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനായിട്ടാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി SFI കേരളത്തിൽ വച്ചു പുലർത്തുന്ന ഒരു മനോഭാവം, നിലപാട്, ആക്രമണോത്സുകത, ഇതൊക്കെ നമ്മൾ പൊതുനിരത്തിലടക്കം കാണുകയുണ്ടായി. പലപ്പോഴും ഇവർ ആരുടെയൊക്കെയോ ചട്ടുകങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ പോലും SFI മറ്റൊരു സ്വതന്ത്ര പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തങ്ങളുടെ തലതൊട്ടപ്പന്മാരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്താണോ ആവശ്യം അതൊക്കെ നേടിയെടുക്കുന്ന മറ്റൊരു തലത്തിലേക്ക് ഇവർ കടക്കുന്ന കാഴ്ചയാണോ കാലടി സർവകലാശാലയിൽ കാണാൻ കഴിയുന്നത്? കാരണം അവർക്ക് അഭിമതരായിട്ടുള്ളവർ തന്നെയാണ് അവിടെയുള്ള ഭരണകർത്താക്കളെല്ലാം, സിൻഡിക്കേറ്റ് അംഗങ്ങളായാലുമൊക്കെ. പക്ഷേ അവരെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് തങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതും ലഹരിക്ക് വേണ്ടി അല്ലെങ്കിൽ സർവ്വസ്വാതന്ത്ര്യത്തിന് വേണ്ടി 24 മണിക്കൂറും തുറന്നിടുന്ന ക്യാമ്പസ് ഗേറ്റും ഹോസ്റ്റൽ മുറികളും എന്നുള്ള ആശയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പരിതാപകരമാണ് എന്നുള്ളത് എക്സൈസും പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടും SFI അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുമ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യമല്ലേ ശ്രീ തൗഫീഖ് ഉയരുന്നത്? ഇവിടെ രോഹിണി, ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം, കേരളത്തിലുടനീളം ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം, അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ കടുത്ത ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്യാമ്പസുകളെ കണക്ട് ചെയ്തുകൊണ്ട് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സിന്തറ്റിക് ലഹരിക്കെതിരെ ക്യാമ്പസ് ജാഗരൺ യാത്രയുമായി അടക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി കാലടി സർവകലാശാലയിലെ വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ്? ഇടത് സിൻഡിക്കേറ്റും SFIയും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. അവരുടെ ആ ഫൈറ്റ് തമ്മിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്, വ്യത്യാസമുണ്ട്. കാരണം ഈ നായകനും വില്ലനും ഒക്കെ ഒരേ ആളുകളാണ് എന്നുള്ളിടത്താണ് ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദ്യമായി നിൽക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കാലടി സർവകലാശാല സംസ്കൃത സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള അരുൺകുമാർ അടക്കമുള്ള ഇടതുപക്ഷ അനുകൂലികൾ മാത്രമുള്ള സിൻഡിക്കേറ്റ് എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ തീരുമാനത്തോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ലെങ്കിലും ഈ 2 വർഷമായി അവിടെ കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാലടി സർവകലാശാല കഴിഞ്ഞ കുറെ കാലമായി കുത്തഴിഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിന് ആവശ്യമില്ല. അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അതായത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞങ്ങൾ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടന നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്, കാലടി സംസ്കൃത സർവകലാശാലയിൽ 2 വർഷമായി സിൻഡിക്കേറ്റ് അംഗം, അതായത് സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ബാക്കി എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ കാലടി സർവകലാശാലയിൽ കഴിഞ്ഞ 2 വർഷമായി വിദ്യാർത്ഥി പ്രാതിനിധ്യമില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ആ സിൻഡിക്കേറ്റിൽ ഒരു വോയിസ് ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ അടക്കം അവിടെ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രോഹിണി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാകും. കഴിഞ്ഞ വർഷം മറ്റൊരു സർവകലാശാലയിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അഡ്മിഷൻ അത് കാലടി സർവകലാശാലയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം മറ്റൊരു സർവകലാശാലയിലും ഇല്ലാത്ത തരത്തിൽ SFI സ്പോൺസേഡ് ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാലടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയ്ക്കകത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ വിമർശനങ്ങളാണ് ആ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. 4 പേർ താമസിക്കേണ്ട ഹോസ്റ്റൽ റൂമിൽ 8-9 പേർ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഏകദേശം വാഗൺ ട്രാജഡി സൃഷ്ടിക്കാനാണോ ഈ സിൻഡിക്കേറ്റും ഈ സർവകലാശാല അധികൃതരും ഒക്കെ താല്പര്യപ്പെടുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തലത്തിലേക്ക് 8-9 പേർ 4 പേർ താമസിക്കേണ്ട ഹോസ്റ്റൽ റൂമിൽ താമസിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ് ആണ് എന്ന തരത്തിലാണ് വലിയ രീതിയിൽ അവകാശവാദം ഇവർ ഉന്നയിക്കുന്നതെങ്കിൽ, ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ് എന്ന പേര് മാത്രം പോരാ, അതിനുള്ള അടിസ്ഥാന സൗകര്യം കൂടി ഉറപ്പുവരുത്താൻ ഈ സിൻഡിക്കേറ്റ് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെ അക്കാഡമിക് ബ്ലോക്കിൽ ലിഫ്റ്റ് ഉണ്ടാവേണ്ട സ്ഥാനത്തിന് പകരം അവിടെ വലിയ ഗർത്തമാണ് നിലവിലുള്ളത്. അവിടെ അക്കാഡമിക് ബ്ലോക്കിൽ ലിഫ്റ്റ് എന്ന് പറയുന്ന സൗകര്യം ഈ പറയുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായില്ല. ഇത്തരത്തിലുള്ള ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ അപര്യാപ്തത മൂലം നിരവധിയായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസിൽ, ആ ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ പഠനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്, ഒരു ദയനീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ആ വിഷയം കൃത്യമായി പരിശോധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം, കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി വെള്ളം കിട്ടാത്തതിനെ തുടർന്ന്, അതായത്
ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിൽട്രേഷൻ നടത്താത്തതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികളാണ് ആ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ 24 മണിക്കൂർ റീഡിംഗ് റൂം, അത് ഇടത് സിൻഡിക്കേറ്റ് തന്നെ, ഇടതുപക്ഷ അനുഭാവികൾ മാത്രമുള്ള അരുൺകുമാർ അടക്കമുള്ള KS അരുൺകുമാർ അടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രമുള്ള സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനമാണ് 24 മണിക്കൂർ റീഡിംഗ് റൂം വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം ഉറപ്പുവരുത്തും എന്നുള്ളത്. നിലവിലത്തെ അവസ്ഥ 9:30 ആകുമ്പോ ആ ഹോസ്റ്റലിൽ കയറണം എന്ന് പറയുന്നു. 9:30 ആകുമ്പോൾ കയറുന്ന വിദ്യാർത്ഥിക്കൊക്കെ എങ്ങനെയാണ് 24 മണിക്കൂർ ഈ പറയുന്ന റീഡിംഗ് റൂമിന്റെ സൗകര്യം ഉറപ്പുവരുത്താൻ കഴിയുക? ഒരു നിയമം പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ലഹരി ഉപയോഗം നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, കാൽഡ് പ്രദേശത്തെ ജനങ്ങൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്, അവരുടെ അടക്കമുള്ള ഒരു വലിയ സഹായത്തെ തുടർന്ന്, ഇടപെടലിനെ തുടർന്ന്, അവരടക്കം ഭൂമി വിട്ട് നൽകിയതിനെ തുടർന്ന്, അവരുടെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു ജോയിന്റ് വർക്കിനെ തുടർന്നാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു സംസ്കൃത സർവകലാശാല യാഥാർത്ഥ്യമായത്. ഇപ്പോ കാൽഡിയിൽ ഇത്തരത്തിലുള്ള ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നു എന്നുള്ളത് അഭിമാനത്തിന് പകരം അപമാനമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് അവിടേക്ക് KSU യൂണിറ്റ് കമ്മിറ്റി, ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അനിസന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം സർവകലാശാലയ്ക്കകത്തേക്ക് സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അനിസൻ അടക്കമുള്ള ഞങ്ങളുടെ KSU നേതാക്കന്മാർ ഉന്നയിച്ച പ്രസക്തമായ ചില കാര്യങ്ങൾ ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടി ഈ സിൻഡിക്കേറ്റ് സ്വീകരിച്ചില്ല, സർവകലാശാല അധികൃതർ സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ തെളിവടക്കം ലഹരി ഉപയോഗം പിടിക്കപ്പെട്ടപ്പോ അത് സംബന്ധിച്ചൊരു നടപടി എടുക്കാത്തത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം. ക്യാമ്പസിൽ പഠിക്കാത്ത ആളുകൾ ഇപ്പോഴും ഹോസ്റ്റലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ക്യാമ്പസിൽ പഠിക്കാത്ത ആളുകളെ ആ ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. 4 വർഷം PhDക്ക് ജോയിൻ ചെയ്ത ശേഷം 7, 8, 9 വർഷമായി ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിക്കുന്ന പല വിദ്യാർത്ഥികളും ഇപ്പോഴുണ്ട്. പരിശോധിച്ചാൽ വ്യക്തമാകും. ആ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് പുറത്താക്കാൻ തയ്യാറാവണം. പുതിയ ഹോസ്റ്റൽ സമുച്ചയം ഞാൻ മുൻപ് സൂചിപ്പിച്ചു രോഹിണി, 4 പേർ താമസിക്കേണ്ട ഹോസ്റ്റലിൽ 8, 9 പേരാണ് താമസിക്കുന്നത്. പുതിയ ഹോസ്റ്റൽ സമുച്ചയം യാഥാർത്ഥ്യമാക്കാനുള്ള അടിയന്തര ഇടപെടൽ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അക്കാദമിക് ബ്ലോക്കിൽ ലിഫ്റ്റിന്റെ നിർമ്മാണം അടക്കം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KSU വലിയ പ്രക്ഷോഭത്തിലേക്ക് കാൽഡി സർവകലാശാല വിഷയത്തിൽ പോവുകയാണ്. അടുത്ത ദിവസം തന്നെ അസംബ്ലി, നിയോജകമണ്ഡല കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അടക്കമുള്ള KSU കമ്മിറ്റികൾ കാൽഡിയിലേക്ക് മാർച്ച് അടക്കമുള്ള വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക്, പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ വിഷയത്തിനുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, വില്ലനും നായകനും ഒക്കെ ഒരേ ആളുകളാണ്. വില്ലന്റെ സ്ഥാനത്ത് ഇവിടെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ആണ് ഉള്ളതെങ്കിൽ, നായകന്റെ സ്ഥാനത്ത് ഇവിടെ SFI ആണ്. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഒരേ ആളുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയ ഒരു വാർത്ത എന്നുള്ളത്, കാൽഡി സംസ്കൃത സർവകലാശാലയിൽ ഇടതു സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാൻ പോലീസ് സഹായം തേടിക്കൊണ്ട് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് പോലീസ് മേധാവിക്ക് കത്ത് നൽകി എന്നുള്ളതാണ്. ഇവിടെ എത്രത്തോളം അപഹാസ്യമാണ്, രസകരമാണ് ഇവർ തമ്മിലുള്ള നാടകമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ KSU വളരെ കൃത്യമായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാൽഡി സർവകലാശാലയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് അവിടുത്തെ രീതികൾ, അവിടുത്തെ സമ്പ്രദായങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുൻപ് സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ആവർത്തിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അതിന് ഉദാഹരണമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കൃത്യമായ തീരുമാനം, അവിടെ വിദ്യാർത്ഥി വിരുദ്ധ തീരുമാനങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ KSU പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത്തരത്തിൽ ലഹരി മാഫിയയ്ക്ക് അഴിഞ്ഞാടാൻ തണലൊരുക്കുന്ന SFIയെ നിലയ്ക്ക് നിർത്താൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന, ഇല്ലീഗൽ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന SFIയെ നിയന്ത്രിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് KSU ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് ലോകം. പക്ഷേ ആരിടപെടും എന്നുള്ളതാണ്. നേരത്തെ അഡ്വക്കേറ്റ് തൗഫീഖ് ചൂണ്ടിക്കാട്ടിയല്ലോ, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നത് ഇപ്പോൾ നന്നേ കുറവാണ് എന്നുള്ളത്. ചില കണക്കുകളുണ്ട്. അതായത് BA മ്യൂസിക്കിൽ ഇത്തവണ 15 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതോടൊപ്പം തന്നെ MA BA ഉള്ള മറ്റ് കോഴ്സുകളിലേക്ക്, മറ്റ് വിഷയങ്ങളുള്ള കോഴ്സുകളിലേക്കൊന്നും കുട്ടികളില്ലാത്തതിനാൽ
കഴിഞ്ഞ ആഴ്ചകളിൽ സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് വരൂ, നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ വിളിച്ചു വരുത്തി നടത്തേണ്ടി വരുന്ന ഒരു ഗതിയാണ്. പക്ഷേ എന്നിട്ട് പോലും ആരും വരുന്നില്ല. എത്രയോ സീറ്റുകളാണ് ഇത്തരത്തിൽ PG കോഴ്സുകളിലടക്കം ഒഴിഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവിടുന്ന് വരുന്ന ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്.